ദുരന്തർ സ്റ്റാറിംഗ് രൺവീർ സിംഗ്, ഡയറക്റ്റഡ് ബൈ ആദിത്യധർ. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ. അതായത് ബോളിവുഡിലെ സ്ഥിരം സ്പൈ ആക്ഷൻ ത്രില്ലർ എന്ന് പറയുന്നത് ഐറ്റം സോങ്സും ബിക്കിനി ഷൂട്ട്സും പറന്നും ചാടിയും വരുന്ന നായകനും അവിടെയുള്ള സ്പൈ ആയിട്ടുള്ള നായകനും അതിനിടയിൽ കഥയുടെ ഇടയ്ക്ക് വരുന്ന നായികയും തമ്മിലുള്ള റൊമാൻസും കാര്യങ്ങളുമായിട്ട് പോയി അവസാനം വില്ലനെ തകർത്തടിച്ച് കൊല്ലുന്നതിന് പകരം എന്താണോ ഒരു സ്പൈ ത്രില്ലർ എന്നതിന് ഒരു 70-80% നീതി പുലർത്തിയ ഒരു സിനിമ, അതാണ് ദുരന്തർ. എനിക്ക് തോന്നുന്നു വിശ്വരൂപത്തിന് ശേഷം ഇന്ത്യൻ സിനിമയെ തന്നെ ഇത്രയും നന്നായിട്ട് ഒരു സ്പൈ ത്രില്ലർ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2 തവണ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഇതിൽ മെയിനായിട്ട് പറഞ്ഞ രൺവീർ സിംഗ് കൈകാര്യം ചെയ്ത ഹംസ അലി മസാരി അല്ലെങ്കിൽ ജസ്കീരത് സിംഗ് റാങ്കി എന്ന് പറയുന്ന ലീഡ് ക്യാരക്ടർ, സത്യം പറഞ്ഞ പുള്ളിയുടെ ഇമോഷൻ, ആക്ഷൻ, അങ്ങനെ കുറേ സൈഡുകൾ പുള്ളി ഗോത്രൂ ചെയ്ത കാര്യങ്ങളും അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ സത്യം പറഞ്ഞ് ഡോമിനേറ്റ് ചെയ്തത് ഇതിലെ വില്ലന്മാരായിട്ടുള്ള അക്ഷയ് ഖന്ന ചെയ്ത റഹ്മാൻ ഡക്കായത്തും സഞ്ജയ് ദത്ത് ചെയ്ത SB ചൗധരി അസ്ലമും അർജുൻ റാംപാൽ ചെയ്ത മേജർ ഇക്ബാലും ആയിരുന്നു എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആണ് ഇതിലെ വില്ലന്മാരുണ്ടാക്കിയതിൽ. വയലൻസ് ആയാലും ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള വയലൻസ് ആയിരുന്നു. ചുമ്മാ എന്തെങ്കിലും കാണിച്ച് വയലൻസിന് വേണ്ടി സിനിമ എടുക്കുക എന്ന് പറയുന്ന അല്ലാതെ അതിനകത്ത് ഒരു ഇമോഷൻ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതിലെ പല സീൻസും കണ്ട് നമുക്ക് തന്നെ എന്താ പറയുക, രക്തം തിളക്കുക എന്ന് പറയുന്ന ഒരു സംഭവമില്ല, അതൊക്കെ തോന്നിയ കുറേ സീൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു സിനിമ. ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു തന്നെ നോക്കുക. OTT ഇറങ്ങിയിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഗംഭീര സിനിമയാണ്. 3.5 മണിക്കൂർ അടുപ്പിച്ചാണ് സിനിമ ഉള്ളത്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് പറഞ്ഞുകൊണ്ട് മാർച്ചിലാണ് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഈ സിനിമ നിർത്തുന്നത്. ഒരു പ്രോപ്പർ സെക്കൻഡ് പാർട്ട് തന്നെയാണ് ഈ സിനിമ നിർത്തുന്നത്.